ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അല്ലു അർജുൻ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളിൽ ഒരാൾ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല. ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യത്തിൻ്റെ പകർപ്പവകാശം ലഭിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്. അതായത് 5:30-ക്ക് ശേഷമാണ് ജാമ്യം ലഭിച്ചത് തന്നെ. അതുകൊണ്ടാണ് പകർപ്പവകാശം ലഭിക്കാതെ വന്നത്. അതായത് ഫ്രൈഡേയാണ് അദ്ദേഹം അറസ്റ്റായത്. ഫ്രൈഡേ 5:30-ക്ക് ശേഷമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. പകരം സാറ്റർഡേ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ അദ്ദേഹം ജയിലിൽ തന്നെയാണ്. സാറ്റർഡേ മേ ബി മോർണിംഗ് അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഏതായാലും രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു വെള്ളിയാഴ്ച അരങ്ങേറിയെന്ന് പറയാം. കാരണം വളരെ നാടകീയമായ നിമിഷങ്ങളായിരുന്നു. കാരണം രാവിലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. രാവിലെ തന്നെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് അദ്ദേഹത്തിന് വീട്ടിൽ വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഭാര്യയെ ചുംബിച്ചതിന് ശേഷം അദ്ദേഹം പോലീസുകാരുടെ കൂടെ പോകുന്നു. അങ്ങനെ നിരവധി നാടകീയ സംഭവങ്ങൾ. ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം ലഭിക്കുന്നു. പക്ഷേ ജാമ്യം ലഭിച്ചിട്ടും ജാമ്യത്തിന് പകർപ്പവകാശം ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് വീണ്ടും ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നു. ഫ്രൈഡേ നൈറ്റ് ജയിലിൽ ഉറങ്ങേണ്ടി വന്നു. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് നമ്മൾ ഇന്നലെ മുഴുവൻ കണ്ടതെന്ന് പറയാം. ഏതായാലും പുഷ്പയുടെ റിലീസാണ് ഈ ഒരു സംഭവത്തിന് തുടക്കം. പുഷ്പ 2യുടെ റിലീസിന് സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ വരുന്നു. ആ വലിയ ക്രൗഡ്, സ്വാഭാവികമായിട്ട് വലിയൊരു സെലിബ്രിറ്റി വരുമ്പോഴേ ക്രൗഡ് കൂടും. ആ ക്രൗഡിനിടയിൽപ്പെട്ട ഒരു സ്ത്രീ മരിക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയാം. കാരണം മുൻകൂട്ടി ഇൻഫോം ചെയ്യാതെയാണ് അല്ലു അർജുൻ വന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തിയേറ്ററുകാരും, അതായത് തിയേറ്റർ ഉടമ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടത്ര സുരക്ഷ പോലീസ് ഒരുക്കിയില്ല, അല്ലെങ്കിൽ പോലീസിന് മുൻകൂട്ടി അല്ലു അർജുൻ വരുന്നത് ഇൻഫോം പോലീസിനെ ചെയ്തില്ല, അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഇൻഫോം ചെയ്തായിരുന്നു എന്നാണ് ഇവരും പറയുന്നത്. ഏതാണ് സത്യമെന്നറിയില്ല. പക്ഷേ ഇതിന് പിന്നിൽ പൊളിറ്റിക്സ് ആയിട്ടും കാണുന്നുണ്ട്. കാരണം തെലുങ്ക് മീഡിയാസൊക്കെ നോക്കുമ്പോഴറിയാം, നിരവധി വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അതായത് പൊളിറ്റിക്കലായിട്ട് രേവത് റെഡ്ഡിയും, അതായത് തെലുങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡിയും അല്ലു അർജുനുമായിട്ടുള്ളൊരു ക്ലാഷ്, അല്ലെങ്കിൽ മെഗാ ഫാമിലിയുമായിട്ടൊരു ക്ലാഷ്. അപ്പോൾ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പുറകിൽ കളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധി ഇത് വരുന്നു. അതോടൊപ്പം മെഗാ ഫാമിലിയും അല്ലു അർജുനും തമ്മിലുള്ളൊരു ഇഷ്യൂ ഉള്ളതായിട്ട് മാസങ്ങളായിട്ട് ഇങ്ങനെ തെലുങ്ക് മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ചിരഞ്ജീവി ആയിക്കോട്ടെ, പവൻ കല്യാൺ ആയിക്കോട്ടെ, അല്ലു അർജുൻ്റെ വീട് സന്ദർശിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അതോടെ മനസ്സിലായി. അതായത് തെലുങ്കാനയിലായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. മറിച്ച് ആന്ധ്രാപ്രദേശിലായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. കാരണം ആന്ധ്രാപ്രദേശിൻ്റെ ഡെപ്യൂട്ടി CM എന്ന് പറയുന്നത് പവൻ കല്യാണാണ്. അപ്പോൾ റിലേറ്റീവ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് തെലുങ്കാന CM, അതോടൊപ്പം അല്ലു അർജുൻ്റെ ഫാമിലി, അല്ലെങ്കിൽ ചിരഞ്ജീവിയുടെ ഫാമിലി, അവരുടെ ക്ലാഷിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അല്ലു അർജുനെ അവരോട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നാണ് തെലുങ്ക് മീഡിയാസിനൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നിരുന്നാലും രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു അരങ്ങേറിയെന്ന് പറയാം. ഇത്രയും വലിയ ആക്ടറിനെ കൊണ്ടുപോകുക, അതായത് നിയമം എല്ലാവർക്കും ഒരുപോലെ എന്ന രീതിയിലുള്ള ഇതാണ് നമുക്കിത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇത്ര വലിയ ആളാണെങ്കിലും നിയമത്തിന് മുന്നിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന രീതിയിൽ നമുക്കത് കണ്ടപ്പോൾ തോന്നി. പക്ഷേ അദ്ദേഹം അറസ്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വമല്ലാത്ത രീതിയിലാണ്, മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ എന്ന് തോന്നുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഏതായാലും പൊളിറ്റിക്കൽ പരമായിട്ടുള്ളൊരു നീക്കമാണ് ഇതിന് പിന്നിൽ. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന കാര്യം നമുക്കറിയാം. കാരണം അത്രയും വലിയ ആൾ, അല്ലെങ്കിൽ ജാമ്യം കിട്ടിയിട്ടും അദ്ദേഹത്തെ ജാമ്യം കിട്ടാൻ വൈകിപ്പിച്ചതും, അതോടൊപ്പം പകർപ്പവകാശം കൊടുക്കാനായിട്ട് വൈകിപ്പിക്കുന്നു. അപ്പോൾ പിന്നിൽ ആരോ ഉണ്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. ഏതായാലും രേവത് റെഡ്ഡിയുടെ പേരാണ് ഇപ്പോഴും ഉയർന്ന് കേൾക്കുന്നത് അവിടുത്തെ മാധ്യമങ്ങളിൽ നിന്നും. കാരണം സക്സസ് മീറ്റിൽ, പുഷ്പ 2വിൻ്റെ സക്സസ് മീറ്റിൽ ഇദ്ദേഹം ഇങ്ങനെ ഓരോ ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്ററിന് ചന്ദ്രബാബു നായിഡുവിന് നന്ദി പറയുന്നു. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, അതായത് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് പവൻ കല്യാൺ നന്ദി പറയുന്നു. അങ്ങനെ വന്ന് തെലുങ്കാന മുഖ്യമന്ത്രിക്ക് നന്ദി പറയാൻ നേരം അദ്ദേഹം പെട്ടെന്ന് ആ പേര് മറന്നുപോവുകയും അവിടെ ഒരു ഗ്യാപ്പ് വരികയും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാനായിട്ട് അദ്ദേഹം ആ വെള്ളമെടുത്ത് കുടിക്കുകയൊക്കെ ചെയ്ത് ഒക്കെ വൈറലായിരുന്നു. അപ്പോൾ ഇതും ഒരു കാരണമാണെന്നാണ് അവിടുത്തെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് രേവത് റെഡ്ഡിയുടെ പേര് മറന്നുപോയി, അവിടെ ഗ്യാപ്പ് വന്നു. ആ സക്സസ് മീറ്റിൻ്റെ വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിരുന്നു. അപ്പോൾ
അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അവിടെ നിന്നുള്ള മീഡിയാസ് റിപ്പോർട്ടൊക്കെ വരുന്നത്. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലിറങ്ങാൻ പോവുകയാണെന്നൊരു ഗോസിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അതിന് മുൻകൂട്ടി അതിനെ തടയിടുവാനും വേണ്ടി ആൾക്കാർ ചെയ്യുന്നതാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ നടന്നതെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.